പ്രൈസ് ദി ലോർഡ്. മീനും കൊണ്ട് പൂച്ചയെ തല്ലരുത്. ഒരു അനുഗ്രഹീതനായ ദൈവദാസൻ തൻ്റെ ശുശ്രൂഷയുടെ മധ്യത്തിൽ മിക്കവാറും ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ ഉദ്ധരിച്ചത്. അമ്മമാരിൽ ചിലരൊക്കെ വീടിൻ്റെ മുറ്റത്തിരുന്ന് മീൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴേ അവിടെയുള്ള പൂച്ച ഇങ്ങനെ ആ മീനിൻ്റെ അടുക്കൽ ചുറ്റിപ്പറ്റി നിൽക്കാറുണ്ട്. അപ്പോൾ പൊതുവെ അമ്മമാര് ഒരു കയ്യിൽ കത്തി കാണും, മറ്റേ കയ്യിൽ മീനും കാണും. ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മീനും കൊണ്ട് തന്നെ ഈ പൂച്ചയെ ഒന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് തട്ടി ഓടിക്കാനായിട്ട് പരിശ്രമിക്കും. എന്നാൽ പൂച്ചയാകട്ടെ അത് കൂടുതൽ സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ട് പുള്ളി അത് ആസ്വദിച്ച് വീണ്ടും അതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും. കാരണം പുള്ളിക്ക് ആ മീനിൻ്റെ ഗന്ധവും മീനുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മീനും കൊണ്ട് തല്ലിയാൽ പൂച്ച പോകത്തില്ല, വീണ്ടും പുള്ളി അടുത്ത് വരികയുള്ളൂ. ഈ ഒരു ഉദാഹരണം ദൈവദാസൻ തൻ്റെ ശുശ്രൂഷയുടെ മധ്യത്തിൽ ഉപയോഗിക്കുന്നത് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് അതിനെ അദ്ദേഹം അവതരിപ്പിച്ച് വളരെ ഗൗരവമായൊരു വിഷയത്തെ കുറിച്ച് പറയുന്നത്. മറ്റൊന്നുമല്ല, പിശാചിന് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നാം പിശാചിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഓടിച്ചു കളയാൻ ശ്രമിച്ചാൽ അത് അസാധ്യമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ആ ഉദാഹരണം ആ ദൈവദാസൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ കൈവശം സാത്താൻ ഇഷ്ടമുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊരു പക്ഷേ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ അറിയില്ലായിരിക്കാം, പക്ഷെ സാത്താൻ അറിയാം. നമ്മൾ അതും കൈവശം വെച്ചോണ്ട് പിശാചിൻ്റെ നമ്മുടെ ജീവിതത്തിലുള്ള ഇടപെടലുകളെ തടയുവാൻ ശ്രമിച്ചാൽ, അവനെ ഓടിക്കാൻ ശ്രമിച്ചാൽ അത് വ്യർത്ഥമായി തീരും എന്ന് നാം മറക്കരുത്. ദൈവവചനത്തിനനുസൃതമായി ജീവിതത്തെ പരിശോധിച്ച് അവന് ഇഷ്ടമുള്ളത് വലിച്ചെറിഞ്ഞിട്ട് മാത്രമേ പിശാചിനെ എതിർക്കാൻ സാധിക്കൂ എന്ന് മറക്കരുത്.